വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെട്ടികുളങ്ങര യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെട്ടികുളങ്ങര യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ജൂൺ 19-ാം തീയതി ഇടക്കാല ബജറ്റ്, കഴിഞ്ഞ ബജറ്റ് നിലവിലുണ്ടായിരുന്ന ഗവൺമെന്റ് അവതരിപ്പിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് പുതുതായി അധികാരത്തിലെത്തിയിരിക്കുന്ന ഗവൺമെന്റ് അവതരിപ്പിക്കാൻ പോകുന്ന റിവൈസ്ഡ് ബജറ്റാണ്. ആ ബജറ്റിന്റെ തുടർച്ച എന്ന രീതിയിൽ എന്നാൽ അധികം മാറ്റങ്ങളില്ല. അതിന് അനുവദിച്ച തുക മാത്രമേ ഇത്തവണയും ചെയ്യാൻ സാധിക്കൂ. കാരണം ഫുൾ ബജറ്റ് പാസ്സാക്കി കഴിഞ്ഞു. ആ പാസ്സാക്കിയ ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് പുതുക്കിയ നിർദ്ദേശങ്ങൾ വെച്ച് മാത്രമേ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ബജറ്റിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പൊ ഈ ബജറ്റ് കഴിഞ്ഞ അടുത്ത ബജറ്റാണ് യഥാർത്ഥത്തിൽ ഒരു സമ്പൂർണ്ണ ബജറ്റായിട്ട് മാറാൻ പോകും. അപ്പൊ തീർച്ചയായിട്ടും വ്യാപാരി വ്യവസായി സമിതിയുടെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വളരെ ഗൗരവപൂർവ്വം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ മന്ത്രിസഭയിലെ ഒരു അംഗം എന്ന നിലയിലും കായംകുളത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിലും നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിലും തീർച്ചയായിട്ടും എന്റെ ശക്തമായ ഇടപെടൽ ആ നിർദ്ദേശങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നൊരു കുടുംബമാണ്. വളരെ അപ്രതീക്ഷിതവും ഒരു ദുരന്തമാണ് കുടുംബത്തിനുണ്ടായത്. ആ കുടുംബത്തിന്റെ സഹായത്തിന് വ്യാപാരി സമിതി ഉണ്ട് എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഗവൺമെന്റ് ആരംഭിച്ചതേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ അതിന്റെ കാര്യങ്ങളിലും തീർച്ചയായിട്ടും എന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൂടി ഉണ്ടാകും എന്ന് പറയാൻ. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു. ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കണമെങ്കിൽ ഈ രാജ്യത്തെ പാവങ്ങൾ നിലനിൽക്കണം, സാധാരണക്കാർ നിലനിൽക്കണം. GST രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ GSTയും ആവശ്യമാണ്. ഒരു രാജ്യം ഒരു നികുതി എന്ന നയം ഇന്ത്യൻ ദേശീയതയ്ക്ക് പ്രാധാന്യമുള്ളതോടും ആണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ നിവേദനം വാങ്ങിക്കുകയും പരിഹരിക്കാവുന്ന പരമാവധി പരിഹരിക്കാൻ ഉറപ്പു തരികയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ നിവേദനത്തിന്റെ പേരിൽ 18 പ്രാവശ്യമാണ് GST കൗൺസിൽ കൂടിയത്. ആലോചിച്ചു നോക്കിക്കേ, ആരാണ് GST കൗൺസിൽ ഉള്ളത്? ഇന്ത്യയുടെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി, 28 സംസ്ഥാനത്തിന്റെയും ധനകാര്യമന്ത്രിമാർ. അത്തരം യോഗങ്ങൾ 18 സംസ്ഥാനങ്ങളിലായി പല പ്രാവശ്യമായി കൂടി നമ്മൾ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ ഓരോന്നായി മാറ്റി 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 അവസാനം 40 ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ളവർ രജിസ്ട്രേഷൻ വേണ്ടെന്ന് നിയമം കൊണ്ടുവന്നു. ലോകത്ത് 40 ലക്ഷം രൂപ വിറ്റുവരവുള്ളവർ GST രജിസ്ട്രേഷൻ വേണ്ടെന്ന് നിയമമുള്ള ഏക രാഷ്ട്രം. യൂണിറ്റ് പ്രസിഡന്റ് ബിജു തമ്പി അധ്യക്ഷനായി. യോഗത്തിൽ മന്ത്രി എം ലിജുവിനെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാലക്ഷ്മി, യൂണിറ്റ് അംഗവും വാർഡ് മെമ്പറും ആയ സഞ്ജു എന്നിവരെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ആദരിച്ചു. യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ഹരിദാസ്, ട്രഷറർ വിജയകുമാർ, രക്ഷാധികാരി PG പ്രവീൺകുമാർ, നിയോജക മണ്ഡല സെക്രട്ടറി ഭദ്രകുമാർ എന്നിവർ സംസാരിച്ചു. പ്രവീൺകുമാർ PG രക്ഷാധികാരി, ബിജു തമ്പി പ്രസിഡന്റ്, ഹരിദാസ് കെ സെക്രട്ടറി, പഞ്ചമൻ, ശ്രീകുമാർ തമ്പുരാട്ടി, G ജോൺ എന്നിവർ വൈസ് പ്രസിഡന്റുമാർ, വിജയകുമാർ നവജീവൻ ട്രഷറർ, ശ്യാംകുമാർ, സുരേഷ് കുമാർ, KR അനിൽ, സുനിൽകുമാർ തുടങ്ങിയവർ ജോയിന്റ് സെക്രട്ടറിമാർ, ബിജു തമ്പി, ഹരിദാസ് കെ, ശ്യാംകുമാർ, അനിൽകുമാർ, ശ്രീകുമാർ, വിജയകുമാർ എന്നിവർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിങ്ങനെയാണ് യൂണിറ്റ് ഭാരവാഹികൾ. CDNet ന്യൂസ്, കായംകുളം.